ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വിടാതെ പിന്തുടരുകയാണ് ബിജെപി. നാവുപിഴയിൽ പോലും പോലീസ് കേസെടുത്ത് ബുദ്ധിമുട്ടിപ്പിക്കാനാണ് ശ്രമമെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ രാജ്യത്തിനെതിരെ പോരാടും എന്ന പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അസമിലെ ഗുവാഹത്തിലെ പാൻ ബസാർ പോലീസാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനത്തിലെ പ്രസംഗത്തിലാണ് വിവാദ പ്രസ്താവന രാഹുൽ നടത്തിയത്. ബിജെപിയും RSSും രാജ്യത്തെ ഓരോ സ്ഥാപനങ്ങളെയും പിടിച്ചെടുത്തിരിക്കുകയാണ്. ബിജെപിയോടും RSSനോടും രാജ്യത്തോടും നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നത്രേ രാഹുലിന്റെ പരാമർശം. മോർജത് ചേദിയ എന്നയാളാണ് രാഹുലിനെതിരെ പരാതി നൽകിയത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ സീമകൾ ലംഘിക്കുന്നുവെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തിനും ഐക്യത്തിനും ഭീഷണി ഉണ്ടാക്കിയെന്നുമാണ് പരാതിയിലെ ആരോപണം. ഭാരതീയ ന്യായ സംഹിതയിലെ 152, 197, 1 തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് പലപ്പോഴും ആളങ്ങ് മറന്നുപോകുന്നുണ്ട്. കോൺഗ്രസിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ എത്തിയപ്പോൾ താൻ ആരാണെന്നും തന്റെ സ്ഥാനം എന്താണെന്നും കക്ഷി ഒരു പക്ഷേ മറന്നിരിക്കാം. രാഹുൽ ജനുവരി 15-ാം തീയതിയാണ് രാഹുൽ നടത്തിയ പരാമർശം വിവാദമായത്. ഈ പശ്ചാത്തലത്തിലാണ് കേസ്. ഇന്ത്യക്കെതിരെയാണ് യുദ്ധമെന്നാണ് രാഹുൽ പ്രഖ്യാപിച്ചത്. തുടർന്നാണ് ഗുവാഹത്തിയിലെ പാൻ ബസാർ പോലീസ് സ്റ്റേഷൻ രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതരായത്. ഇപ്പോ ഭാരതത്തിന്റെ പരമാധികാര ഐക്യത്തെയും അഖണ്ഡതയെയും ശിഥിലമാക്കുന്ന പ്രവൃത്തി ചെയ്തു എന്നാണ് കേസിൽ പറയുന്നത്. ഇത് ജാമ്യമില്ലാത്ത കുറ്റമാണ്. മോർജത് ചേദിയ എന്നയാൾ മുന്നിട്ടിറങ്ങിയപ്പോഴാണ് ഇത് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. രാഹുലിന്റെ പ്രസ്താവന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ സകല പരിധികളും ലംഘിച്ചെന്നും ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തിയെന്നും പരാതിക്കാരൻ ആരോപിച്ചു. അശാന്തിയും വിഘടനവാദവും പ്രോത്സാഹിപ്പിക്കുന്ന അപകടകരമായ പ്രസ്താവനയാണ് രാഹുൽ നടത്തിയതെന്നും ഭരണകൂടത്തിന്റെ അധികാരം നിയമവിരുദ്ധമാണ് എന്ന പ്രതിച്ഛായ രാഹുൽ സൃഷ്ടിച്ചെന്നും പരാതിയിൽ പറയുന്നു. ആവർത്തിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ നിന്നുണ്ടായ നിരാശയാണ് രാഹുലിന്റെ പരാമർശങ്ങൾക്ക് പ്രേരണയായത് എന്നും ചേദിയ ചൂണ്ടിക്കാണിച്ചു. രാജ്യത്തിനെതിരെ പോരാടും എന്ന വാക്കുകളാണ് രാഹുലിന് തിരിച്ചടിയായത്. ബിജെപിയും RSSും ഇന്ത്യയിലെ ഓരോ സംവിധാനങ്ങളും കൈയടക്കിയെന്നും അതുകൊണ്ട് നമ്മുടെ പോരാട്ടം ബിജെപിയോടും RSSനോടും മാത്രമല്ല ഇന്ത്യക്കെതിരെ കൂടിയാണ് എന്നായിരുന്നു രാഹുലിന്റെ വാക്കു. രാഹുൽ ഗാന്ധിയെ തെറ്റായ വിമർശനങ്ങൾ ഉയർത്തുക വഴി രാജ്യത്തിന്റെ രഹസ്യങ്ങൾ വിദേശ രാജ്യങ്ങൾ ചോർത്തുന്നതിന് സഹായിക്കുന്നു എന്നാണ് മുൻ കരസേനാ മേധാവിയായ മേജർ മനോജ് M. നരവൻ പറഞ്ഞത്. ചൈന ഇന്ത്യയുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്ന രാഹുൽ ഗാന്ധിയുടെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയെയും അദ്ദേഹം ചോദ്യം ചെയ്തു. ഈയിടെയായി വേദി കാണുമ്പോഴും ജനനിബിഡമായിട്ടുള്ള ഒരു സദസ്സിലേക്ക് രാഹുൽ എത്തുമ്പോഴും എന്താണ് താൻ പറയേണ്ടതെന്നും തന്റെ സ്ഥാനം എന്താണെന്നും പലപ്പോഴും സാഹചര്യങ്ങളെ മറന്നാണ് രാഹുൽ സംസാരിക്കാറുള്ളത് എന്നാണ് പൊതുവിൽ ഉയരുന്ന ആരോപണം. ജിസ്റ്റ് മീഡിയ ജേർണലിസ്റ്റ് രാഹുൽ ശ്രീവാസ്തവയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴാണ് മുൻ കരസേനാ മേധാവിയായ മേജർ മനോജ് M. നരവനെ ഇതൊക്കെ പറഞ്ഞത്. ചൈന ഇന്ത്യയുടെ ഇത്രായിരം കിലോമീറ്റർ സ്ഥലം പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. വേണ്ടത്ര അറിവില്ലാതെയാണ് അവർ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നത്. ഇവർക്ക് മാപ്പ് കൊടുക്കുക മാത്രമേ വഴിയുള്ളൂ. ഇതൊരു തന്ത്രമാണ്. വേണമെന്ന് വെച്ച് തന്നെ ഒരു നുണ പ്രചരിപ്പിക്കുന്നു. അത് മാധ്യമങ്ങളിൽ പ്രിന്റ് ചെയ്തു വരുന്നു. ഉടനെ തന്നെ സർക്കാർ ഇതിന് വിശദീകരണം നൽകേണ്ടി വരുന്നു. ഇതൊരു കെണിയാണ് എന്നും മനോജ് M. നരവനെ പറഞ്ഞു. ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഉയർത്തിയ ആള് ഇന്ത്യയുടെ ശത്രുക്കൾ അത് അവസരമായി ഉപയോഗപ്പെടുത്തുമെന്നും മനസ്സിലാക്കണമെന്നുമാണ് നരവനെ പറഞ്ഞത്. അവർ ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്താൻ ഇത്തരം വിമർശനങ്ങൾ ഉപയോഗിക്കും. പ്രതിപക്ഷ നേതാവ് ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ സർക്കാർ ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകേണ്ടി വരും. ഇത് രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ആവശ്യത്തെക്കാൾ അധികം മറ്റുള്ളവരിലേക്ക്, ശത്രുക്കളിലേക്ക് ചോർന്നു പോകാൻ കാരണമാകുമെന്നും മനോജ് M. നരവനെ പറഞ്ഞു. രാഹുല് വിവാദങ്ങളിൽ അകപ്പെടുന്നതും രാജ്യത്തിനെതിരെ ശബ്ദിക്കുന്നതും ഇതാദ്യമായിട്ടല്ല. ഇന്ത്യയോട് എല്ലാ കാലത്തും നെഹ്റു കുടുംബം ചെയ്തത് എന്താണ് എന്ന്
ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത് സോഷ്യൽ മീഡിയയുടെ വിജയം തന്നെയായിരിക്കും. ഇന്ന് ജനങ്ങൾക്കത് പറയാൻ ഭയവുമില്ല. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഒരുപാട് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ കുടുംബം എല്ലാ കാലത്തും വന്നിട്ടുള്ളത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചാൽ മാത്രം പോരാ, അതിനകത്തുള്ള സംഗതികൾ കൂടി അറിയണ്ടേ. പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രസംഗങ്ങൾ കേട്ടു. പ്രതിപക്ഷത്തെ പൊളിച്ചടുക്കി ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടി പൊളിച്ചടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേട്ടു. അമിത്ഷായുടെ പ്രസംഗം കേട്ടു. അങ്ങനെ വലിയ തോതിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ഇന്നിപ്പോൾ അത് കയ്യാങ്കളിയിലേക്ക് മാറിയിരിക്കുന്നു. 2 BJP MPമാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പിടിച്ചു തള്ളി എന്നാണ് അവർ പറയുന്നത്. രാഹുൽ ഗാന്ധി പിടിച്ചു തള്ളുന്നതിനെ തുടർന്ന് പടിയിൽ നിന്ന് താഴെ വീണാണ് 2 പേര് ഇന്ന് ആശുപത്രിയിലായിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ ഒരു വലിയ വിവാദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ പറഞ്ഞു വരുന്നത് അതല്ല. ഈ പാർലമെന്റ് സമ്മേളനത്തിലെ എല്ലാവരുടെയും പ്രസംഗവും അല്ലെങ്കിൽ മറ്റ് പെരുമാറ്റങ്ങളും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിഞ്ഞൂടെ, അത് രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷയാണ്. രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വലിയ തോതിൽ മാറിയിട്ടുണ്ട്. വലിയ ഒരു ധാർഷ്ട്യത്തിന്റെയും ഒരു അഹങ്കാരത്തിന്റെയും ഒരു ഭാഷയാണ് പലപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അതിപ്പോ മുംബൈയിൽ ചെന്നിട്ട് ഛത്രപതി ശിവജിയുടെ സ്റ്റാച്യുവിൽ മാലയിടുന്നത് തൊട്ട് പാർലമെന്റിൽ പ്രസംഗിക്കുന്നത് വരെ ആയാലും രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷയ്ക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു വളരെ ധാർഷ്ട്യത്തോടു കൂടിയ അഹങ്കാരത്തോടു കൂടിയ ഒരു ശരീരഭാഷ എവിടുന്നോ കൈവന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇതും പുറമേ നിന്നുള്ള നിർദ്ദേശങ്ങളാണോ? കാരണം മുദ്രാവാക്യങ്ങളും പാർട്ടി പരിപാടികളും ഉൾപ്പെടെ ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ പലരുടെയും ഉപദേശങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആരോപണമാണ്. ഇനി ഈ ശരീരഭാഷയെ ആത്മവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആരെങ്കിലും ഉണ്ടാക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയിൽ ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഈ കയ്യങ്കളിയൊക്കെ ഉണ്ടായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പോലും അത് വളരെ വ്യക്തമാണ്. എവിടെ നിന്നാണ് ഈ ധാർഷ്ട്യം അദ്ദേഹത്തിന് വരുന്നത്? അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നോക്കേണ്ടത്. ശരിയാണ്, ശ്രീമതി ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നു, അതിനു മുമ്പ് പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവരുടെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ അവരുടേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അവരുടേതായ രാഷ്ട്രീയ നിലപാടുകളിൽ തെറ്റും ശരിയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഈ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ, ഈ രാജ്യം എന്ന് പറയുന്നത് തന്നെ എനിക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു പാർട്ടി, എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കൂട്ടാളികൾ, എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പാർലമെന്റ്, എന്റെ സിസ്റ്റം, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട, ഞാൻ കൊണ്ടു നടക്കേണ്ട സിസ്റ്റം, ഇവിടെ ഈ BJP പോലുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുകൾ ഇദ്ദേഹത്തിന്, രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ഈ പറയുന്ന പൂർവികരിൽ നിന്നല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ഇവരുടെ അമ്മയായ സോണിയാഗാന്ധിയിൽ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. അതിന് ചരിത്രത്തിന്റെ പശ്ചാത്തലമോ ശ്രീമതി സോണിയാഗാന്ധിയുടെ കുടുംബ പശ്ചാത്തലമോ ജീവിത പശ്ചാത്തലമോ ഒന്നും ഞാൻ തോന്നുന്നില്ല. അവർ ഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട 4 വ്യക്തികളുടെ, അവരുടെ മാത്രം ഉദാഹരണം ഞാൻ പറയാം. ആ 4 വ്യക്തികളോട് ശ്രീമതി സോണിയാഗാന്ധി എങ്ങനെ പ്രവർത്തിച്ചു, എന്ത് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ധാർഷ്ട്യത്തിന്റെ ഉറവിടം എവിടെയാണെന്ന്. ഒന്നാമത്തെ ആൾ PV നരസിംഹറാവു ആണ്. ഒരുപക്ഷെ രാജ്യത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന 91 മുതൽ 96 വരെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു. രാഷ്ട്രതന്ത്രജ്ഞൻ മാത്രമല്ല, ഭാരതത്തിന്റെ സാമ്പത്തിക പരിഷ്കരണ രംഗത്ത് സമൂലമായ പരിവർത്തനത്തിന് നാന്ദി കുറിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു കൃത്യമായ രാഷ്ട്രീയക്കാരനായിരുന്നു. ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്ന് പുറത്തുള്ള ഒരാൾക്ക് പ്രധാനമന്ത്രി പദത്തിൽ 5 വർഷം പൂർത്തിയാക്കാൻ സാധിച്ചത് അത് ആദ്യമായിട്ട് PV നരസിംഹറാവുവിനാണ്. അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാടുകളും രീതികളും പ്രതിപക്ഷത്തെ നേതാക്കന്മാരെ ഉൾപ്പെടെ അദ്ദേഹം മാനേജ് ചെയ്യുന്ന രീതിയും ഒക്കെയാണ് അതിനെ സഹായിച്ചത്. അതിനെല്ലാം അപ്പുറം സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് വലിയ തോതിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ ചെരുപ്പ് നക്കി ആയിരുന്നില്ല, സോണിയാഗാന്ധിയുടെ കാൽക്കീഴിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹം കൊണ്ട് കെട്ടിയിട്ടത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഭരിച്ചിരുന്ന 91 മുതൽ 96 വരെ കരക്കിട്ട മത്സ്യത്തെ പോലെ ആയിരുന്നു നെഹ്റു കുടുംബം, സോണിയാഗാന്ധി എന്നാണ് പറയപ്പെടുന്നത്. അധികാരത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന്, അതിന്റെ ഇടനാഴികളിൽ നിന്ന് പൂർണ്ണമായിട്ട് സോണിയ കുടുംബത്തെ നരസിംഹറാവു മാറ്റി നിർത്തി. അത് സോണിയാഗാന്ധിക്ക് ഒരു തരത്തിലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. യഥാർത്ഥത്തിൽ സോണിയയ്ക്ക് നരസിംഹറാവുവിനോടുള്ള അനിഷ്ടം 1992 അയോധ്യ സംഭവം, ഡിസംബർ 6 അയോധ്യ സംഭവമാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ നരസിംഹറാവു പരാജയപ്പെട്ടതിന്റെ ദേഷ്യമാണ് എന്ന് പറയുന്നത്. അതൊന്നുമല്ല യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിക്ക് നരസിംഹറാവുവിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം. ആ വ്യക്തിവൈരാഗ്യത്തിന് കാരണം 2 ആണ്. ഒന്ന്, സോണിയ കുടുംബത്തിന്റെ വിശ്വസ്തൻ എന്ന നിലയിലാണ് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം PV നരസിംഹറാവു പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. പക്ഷെ അദ്ദേഹം ഭരണത്തെയും പാർട്ടിയെയും വ്യക്തമായി 2 തട്ടുകളിലാക്കി മാറ്റി ഭരണത്തിൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ തനിക്കെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും നിലപാടുകളും അദ്ദേഹം. പിന്നൊരു കാര്യമുണ്ട്, ഇറ്റലിക്കാരി ഇന്ത്യയിലേക്ക് കയറിയത് ഇന്ത്യയെ വെളുപ്പിക്കാനാണ് എന്ന് ഇന്നറിയാത്തത് ആർക്കാണ്? ഈ കുടുംബത്തിൽ നിന്നും, ഈ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ളതല്ലാതെ, ഒരുപക്ഷെ നല്ലതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം, മൊത്തം വിരുദ്ധമായത് നല്ല പറഞ്ഞു വരുന്നത്. ഇപ്പോ ഈ നടക്കുന്ന സംഭവ വികാസങ്ങളും ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോ
ഇന്ദിരാഗാന്ധിയെ പോലെ പിന്നീട് ഒരു സ്ത്രീ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലേ? നെഹ്റുവിന്റെ മകളായി എന്ന ഒറ്റ കാരണത്താലാണ് 14 വർഷം അവർക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റിയത്. ഇനി ഒരു ഇന്ദിരാഗാന്ധി ഈ രാജ്യത്ത് ഇല്ലാത്തത് കൊണ്ടല്ല, നെഹ്റുവിന് മറ്റൊരു മകളില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇവരിൽ നിന്നും രാജ്യവിരുദ്ധത ഇതൊന്നും കന്യംഗമല്ല. മുമ്പും നമ്മൾ ഈ രാജ്യത്തിനെതിരെ ഇവർ പ്രവർത്തിക്കുന്നതും ഇസ്ലാം മത തീവ്രവാദത്തിനു വേണ്ടി ഇവർ പണിയെടുത്തതും ഒക്കെ നമുക്കറിയാം. എല്ലാ കാലത്തും ഇവരെന്താണോ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഈ രാജ്യത്തിന് വിരുദ്ധമായി ഭവിച്ചിട്ടുള്ള ഒരുപാട് സംഗതികൾ അറിയുന്നവരാണ് നമ്മളൊക്കെ. ഇന്നൊരു പക്ഷേ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടും സോഷ്യൽ മീഡിയ കുറച്ചുകൂടി ഡെവലപ്പ് ആയതുകൊണ്ടും ഇതൊക്കെ ഇന്ന് ജനങ്ങൾ അറിയുന്നു, നിർഭയം ചർച്ച ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം.